നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഡോക്ടർ വിനയൻ ചുനക്കരയാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഭൃത്യശാപം കൊണ്ടും സ്ത്രീ ശാപം കൊണ്ടും അതുപോലെ തന്നെ ബ്രാഹ്മണ ശാപവും കൊണ്ടും പുത്രനാശം പുത്രനാശയോഗം ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പിതൃശാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു ശാപമാണ്, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ശാപമാണ് ഈ ഭൃത്യശാപവും അതുപോലെ തന്നെ ബ്രാഹ്മണ ശാപവും സ്ത്രീ ശാപവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ശാപങ്ങൾ വന്നാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു മാതൃശാപവും പിതൃശാപവും മൂലം. ഇപ്പോൾ പറയുന്നത് ഭൃത്യശാപം കൊണ്ട് എന്താണ്, ഭൃത്യശാപം കൊണ്ടുണ്ടാകുന്ന ഫലം എന്താണെന്ന് നോക്കാം. പുത്രസ്ഥാനി ബുധക്ഷേത്രേ ശനിരാഗു സമന്വിതേ രിഭേ ബുധാരൗ ശാപത്വാൽ ഭൃത്യഹേതോ സുദക്ഷയ എന്നാണ് ശ്ലോകം. അപ്പം അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബുധൻ്റെ രാശികൾ പുത്രഭാവമായി വരിക, അവിടെ ശനിയോ രാഹുവോ നിൽക്കുക, ബുധനും ചൊവ്വയും 12 വരിക. ഭൃത്യശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് പറയാം. അതുപോലെ തന്നെ ലഗ്നാധിപനും 5ാം ഭാവാധിപനും 8-ൽ അല്ലെ 5ാം ഭാവാധിപൻ ചൊവ്വ, രാഹു എന്നിവരുമായിട്ട് യോഗം ചെയ്ത് 5-ൽ നിൽക്കുകയും ചെയ്താൽ ഭൃത്യശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ശാപമാണ് ബ്രാഹ്മണ ശാപം. ഈ ബ്രാഹ്മണ ശാപം കൊണ്ടും സന്താന ദുരിതം ഉണ്ടാകാം. ജീവേ നീജഗതേ രാഹു ലഗ്നേവ പുത്രരാശികേ പുത്രസ്ഥാനാധിപതേ രന്ധ്രേ ബ്രാഹ്മണ ശാപാൽ സുദക്ഷയ. അതായത് വ്യാഴം നീചരാശിയിൽ, രാഹു ലഗ്നത്തിലോ 5-ലോ 5ാം ഭാവാധിപനോ അനിഷ്ടത്തിൽ ഇങ്ങനെ വന്നാലും ബ്രാഹ്മണശാപമാണ് സന്താന ദുരിതത്തിന് കാരണം, അല്ലെ സന്താന ദുഃഖത്തിന് കാരണമെന്നൊക്കെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു ശാപമാണ് സ്ത്രീ അല്ലെങ്കിൽ ഭാര്യാശാപം. അപ്പം പുത്രസ്ഥാനി ഭൃഗുക്ഷേത്രേ രാഹു ചന്ദ്രസമന്വിതേ വ്യയേ ലഗ്നേ ധനേ പാവേ സ്ത്രീ ശാപാൽ സുദക്ഷയ അല്ലെ സുതനാശന എന്ന് പറയാം. അതായത് 5ാം ഭാവം ശുക്രൻ്റെ രാശിയായി വരികയോ അല്ലെങ്കിൽ അതുപോലെ രാഹുവോ ചന്ദ്രനോ അവിടെ നിൽക്കുകയോ, ലഗ്നം 2, 12 എന്നിവയിൽ പാപന്മാർ വരിക, സ്ത്രീ ശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് പറയാം. അതുപോലെ തന്നെ സപ്തമേ മന്ദശുക്രൗച രന്ധ്രേശേ പുത്രഭേരവോ ലഗ്നേ രാഹു സമായോഗേ പത്നിശാപാൽ സുദക്ഷയ. അതായത് 7-ൽ ശനിയും ശുക്രനും, അഷ്ടമാധിപനായി ആദിത്യൻ 5-ലും ലഗ്നത്തിൽ രാഹു ഇങ്ങനെ ഗ്രഹസ്ഥിതി വന്നാൽ സ്വന്തം ഭാര്യയുടെ ശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്നും പറയാം. അതുപോലെ തന്നെ മറ്റൊരു ശാപമാണ് പ്രേതശാപം. പ്രേതശാപം മൂലവും സന്താന ദുരിതയോഗം ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് നോക്കാം. ലഗ്നേ രാഹു സമായോഗേ പുത്രസ്ഥേ ഭാനുനന്ദനേ കാരകേ നാശരാശിസ്ഥേ പ്രേതശാപാൽ സുദക്ഷയ. അതായത് ലഗ്നത്തിൽ രാഹു, 5-ൽ ശനി, 8-ൽ വ്യാഴം പ്രേതശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് പറയാം.
അതേപോലെ തന്നെ ലഗ്നേ രാഹൂജ ശുക്രേ ഠൗ ചന്ദ്രേ മന്ദയുതേ തഥാ ലഗ്നേശോ മന്ദരാശിസ്ഥ പ്രേതശാപാൽ സുരക്ഷ. അതായത് ലഗ്നത്തിൽ രാഹു ശുക്രൻ വ്യാഴം ലഗ്നാധിപൻ ശനി, സ്വക്ഷേത്രത്തിലെ ചന്ദ്രൻ ശനിയോടൊപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രേതശാപമാണ് പുത്ര ദുഃഖത്തിന് കാരണമെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു ശ്ലോകം കൂടെ പറയുന്നുണ്ട്. ലഗ്നേ മന്ദേ സുതേ രാഹൗ രന്ധ്രേ ഭാനു സമന്വിതേ വ്യയേ ഭൗമ സമായോഗേ പ്രേതശാപാൽ സുരക്ഷ. അതായത് ലഗ്നത്തിൽ ശനി, 5-ൽ രാഹു, 8-ൽ ആദിത്യൻ, 12-ൽ ചൊവ്വ പ്രേതശാപമാണ് സന്താന ദുരിതം എന്നിങ്ങനെ പറയാം. അപ്പം ഇങ്ങനെ ഓരോ തരത്തിലുള്ള ശാപ ദുരിതങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് സന്താന ദുരിതം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്ത വീഡിയോയിൽ മാതൃശാപവും പിതൃശാപവും ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ അതിൽ ബ്രാഹ്മണ ശാപം, സ്ത്രീ ശാപം, ഭാര്യ ശാപം, പ്രേതശാപം, ഇങ്ങനെയൊക്കെ ഒരുപാട് ശാപങ്ങൾ. അപ്പോൾ അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വന്നുപെട്ടാൽ ഇങ്ങനെ സന്താന ദുരിതങ്ങൾക്ക് കാരണമായി തീരും. അപ്പോൾ നമ്മളത് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രഹനില പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പം അത് രണ്ടുപേരുടെയും, അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗ്രഹനില വ്യക്തമായിട്ട് അത് ഗണിച്ച് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ഗ്രഹസ്ഥിതിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഓരോ തരത്തിലുള്ള ചില അല്ലാതുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ച് ചികിത്സയും മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലുള്ള ദോഷ കാരണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം.